വാട്സ്ആപ്പ് ഗായ്സ്, വീണ്ടും അതിമനോഹരമായ പുതിയ വീഡിയോ ഗായ്സ് നിങ്ങൾക്ക് സ്വാഗതം. അപ്പോൾ നമുക്കൊന്ന് വീഡിയോയിലേക്ക് കടക്കാം ഗായ്സ്. ഇന്നത്തെ മൂവി സജഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മലയാളം സിനിമയാണ്. ഹോളിവുഡ് സിനിമയോ തമിഴ് സിനിമയോ ഒന്നും അല്ല, ഓക്കെ, അല്ലെങ്കിൽ വേറെ സ്പാനിഷോ സിനിമ, എന്താ പറയുക, കൊറിയൻ സിനിമയോ അല്ല. ഇന്ന് ഞാൻ ഒരു മലയാളം സിനിമയാണ് നിങ്ങൾക്ക് എന്താ പറയുക നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ കൊണ്ടുവരുന്നത്. ഓക്കെ, മസ്റ്റ് വാച്ച് സിനിമയാണ്. 1990 ഇറങ്ങിയ ഒരു കിണ്ണം കാച്ചിയ ഒരു സിനിമയാണ് എന്താ പറയുക ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. വേറെ ഒന്നുമല്ല, ദ ഡോക്ടർ പശുപതി ഗായ്സ്. 1990 ഇറങ്ങിയ അന്നത്തെ ഹിറ്റ് അടിച്ച ഷാജി കൈലാസ് എന്താ പറയുക നിർമ്മിച്ച രഞ്ജിത്ത് പണിക്കർ എന്താ പറയുക എഴുതിയ, ഇപ്പോൾ നിങ്ങൾ ഷാജി കൈലാസ് രഞ്ജിത്ത് പണിക്കർ ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇൻറ്റൻസീവ് സിനിമ, ആക്ഷൻ സിനിമകളാണ് കൂടുതൽ ഇവർ ചെയ്യുന്നത്. പക്ഷേ ഷാജി കൈലാസ് അതുപോലെ രഞ്ജിത്ത് പണിക്കറിൻ്റെ റെയറായിട്ടാണ് എന്താ പറയുക ഒരു കോമഡി സിനിമ എന്താ പറയുക വരുന്നത്. പക്ഷേ അതുപോലെ തന്നെ എന്താ പറയുക ആ സിനിമ അന്നത്തെ ഒരു ഒന്നൊന്നര എന്താ പറയുക ഹിറ്റ് അടിച്ച 1990 ഹിറ്റ് അടിച്ച ഒരു പടമാണ് ഡോക്ടർ പശുപതി എന്ന് പറഞ്ഞ സിനിമയും. അപ്പോൾ സിനിമയുടെ ഓവറോൾ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എന്താണ് നിങ്ങൾ മസ്റ്റ് വാച്ചാണ്. ഇപ്പോൾ യൂട്യൂബിലൊക്കെ കിടപ്പുണ്ട്, നിങ്ങൾക്ക് എന്താ പറയുക ധൈര്യമായിട്ട് എന്ന് പറയും നിങ്ങൾ പോയി കാണാം. അപ്പോൾ ഈ സിനിമയുടെ ഒരു ഓവറോൾ പ്ലോട്ട് എന്ന് പറഞ്ഞാൽ ഒരു വില്ലേജിൽ എന്താ പറയുക ഒരു വില്ലേജിൽ കുറേ എന്താ പറയുക തമാശയായിട്ടുള്ള കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട്. ആ വില്ലേജസിന് എന്താ പറയുക ആ വില്ലേജിൽ ഒരു വെറ്റിനറി ഡോക്ടറുടെ ആവശ്യമുണ്ട്. ആ വെറ്റിനറി ഡോക്ടറിനെ കണ്ടുപിടിക്കാനായിട്ട് പൊളിറ്റിക്സ് രണ്ട് പാർട്ടികളും തമ്മിൽ നടക്കണം, ഭയങ്കര വഴക്കാണ്. അപ്പോൾ അവരെന്ത് ചെയ്യും, ഒരു ഫേക്ക് ഡോക്ടറിനെ കൊണ്ടുവരും. അവരാണ് നമ്മുടെ ഇന്നസെൻറ്റ്. അപ്പോൾ ഫേക്ക് ഡോക്ടറിനെ കൊണ്ടുവരുന്നു. അതിനുശേഷം അത് ഈ എത്ര നാൾ കള്ളം പറഞ്ഞിങ്ങനെ പിടിച്ച് നീക്കി പറഞ്ഞ് ലാസ്റ്റ് ഇതൊക്കെ പൊളിയുന്നു. അപ്പോൾ അങ്ങനെ ഒരുപാട് ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ എന്താ പറയുക വന്ന് പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഊക്ക് ഈ സിനിമയുടെ ഇതാണ് ഓവറോൾ സ്റ്റോറി. ഓക്കെ, ഒരു ഫേക്ക് ഡോക്ടർ വെറ്റിനറി ഡോക്ടറിനെ കൊണ്ടുവരുന്നു, കള്ളം പറയാൻ പിടിച്ചിരിക്കാൻ ലാസ്റ്റ് എന്ന് പറയാം പല ട്വിസ്റ്റിലും കാര്യങ്ങളും എൻഡ് ചെയ്യുന്നു ആ സിനിമ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഈ സിനിമയുടെ ഇടയിൽ ഊക്ക് എൻ്റെ പൊന്നോ, നിങ്ങൾക്ക് ഈ സിനിമ കാണുമ്പോഴേക്കും നിങ്ങൾക്ക് അപ്പം തന്നെ മനസ്സിലാവും. നിങ്ങൾ പല ഇൻസ്റ്റാഗ്രാമും യൂട്യൂബിലും എന്താ പറയുക റീൽസിലും ഷോർട്സിലൊക്കെ കണ്ടിട്ടുള്ള പല വീഡിയോസും പലരും ഈ പല ഇൻഫ്ലുവൻസേഴ്സ് എന്താ പറയുക പല ഡയലോഗ് എന്താ പറയുക ഡബ് ചെയ്ത് ചെയ്യുന്നതും പല ക്യാരക്ടറുടെ അഭിനയിക്കുന്നതും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ സിനിമയുടെ പല ഡയലോഗും പല ആൾക്കാരും എടുത്തിട്ടുണ്ട്, അവരത് ചെയ്യുന്നുണ്ട്. കാരണം വെച്ചാൽ അത്രയ്ക്കും ഊക്കെന്ന് പറഞ്ഞാൽ തുടക്കം മുതൽ ലാസ്റ്റ് വരെ ഈ സിനിമ എന്ന് പറഞ്ഞാൽ ഡബിൾ ഊക്കാണ്. ഊക്ക് കോറെന്ന് പറയില്ല, അങ്ങനെയാണ്. അതുപോലത്തെ ഒരു പടമാണ്. നിങ്ങൾ ഇരുന്നിട്ട് ചിരി പറയും, നിങ്ങൾ ചാവും. അമ്മാതിരി ഒരു സാധനമാണ്. ചളി വാരി എടുക്കുന്ന ഒരു തലത്തിലുള്ളൊരു കോമഡിയല്ല ഇതെന്ന് പറഞ്ഞാൽ. വേറൊരു പണ്ടത്തെ ഒരു 90s എന്ന് പറയാം ഒരു വെറൈറ്റി ആയിട്ടൊരു സിറ്റ്കോം കോമഡി എന്ന് പറയില്ലേ, അതുപോലത്തെ ഒരു എന്താ പറയുക അറ്റംപ്റ്റാണ് ഇത് സിനിമ. കീട്ടിലാണ് സിനിമ, ഒന്നും പറയാല്ല, മസ്റ്റ് വാച്ചാണ് ഡോക്ടർ പശുപതി. പിന്നെ ഇതിൻ്റെ അകത്ത് നമ്മുടെ ജോൺ ഹോനായ എന്ന നടനുണ്ടല്ലോ, ആ ജോൺ ഹോനായ നടൻ ഇതിൻ്റെ അകത്തുണ്ട്. അയ്യോ അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അപ്പോൾ എന്തായാലും ആ ജോൺ ഹോനായിട്ടെന്നുള്ള നടൻ ഇതിൻ്റെ അകത്ത് എന്താ പറയുക ഭയങ്കര യങ്ങാണ്. ഇത് ജോൺ ഹോനായത്ത് ഇൻഹരിയർ നഗർ രണ്ടാമത്തെ സിനിമയാണ് എന്താ പറയുക അദ്ദേഹത്തിൻ്റെ. അതിൻ്റെ ഫസ്റ്റ് സിനിമയാണെന്ന് പറയുന്നത് നമ്മുടെ ഈ ഡോക്ടർ പശുപതി. ഇതിൽ ഭയങ്കര യങ്ങാണ്. ഭയങ്കര യങ് എന്ന് പറഞ്ഞാൽ കൊച്ചു പിള്ളേ. വെറും അന്ന് ഈ സിനിമ അഭിനയിക്കുമ്പോൾ ആ നടന് 25 വയസ്സെങ്ങാണ്ടേ ഉള്ളൂ. കൊച്ചു പ്രായം, കോളേജൊക്കെ കഴിഞ്ഞ് അത് അടുത്ത ഇതിലോട്ട് പോകാനായിട്ട് നിൽക്കുന്ന ഒരു പ്രായമാണ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഭയങ്കര യങ് ആയിട്ടുള്ള ഇതല്ല. പിന്നീടാണ് പിന്നെ പല വില്ലൻ വേഷങ്ങളായിട്ട് ഇഷ്ടംപോലെ ഒരു ഐക്കോണിക് ക്യാരക്ടറായിട്ട് വന്നത്. എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ജോൺ ഹോനെ തന്നെയാണ്. പക്ഷെ എന്തായിരുന്നാലും ഇതിൽ മെയിൻ കഥാപാത്രമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഓവറോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ടോപ്പ് നോട്ജ് അൺസ്റ്റോപ്പബിൾ കോമഡി ഇണ്ണം കാച്ചിയ സിനിമ. ഇതൊരു കൾട്ട് ക്ലാസിക് ആണ്. ഇപ്പോഴും പറഞ്ഞതാ, മീം ലോകം ഭരിക്കുന്ന പല കാര്യങ്ങളും ഇതിൻ്റെ അകത്തുണ്ട്. കൾട്ട് ക്ലാസിക് പടമാണ്. മലയാളം സിനിമയുടെ തന്നെ വൺ ഓഫ് ദ എന്താ പറയുക ഹിറ്റ് അടിച്ച സിനിമയും കൂടെയാണ്. പിന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഷാജി കൈലാസിൻ്റെ രഞ്ജിത്ത് പണിക്കറിൻ്റെയും കൂടെ സിനിമയാണ്. അവരുടെ ഒരു കാറ്റഗറിയിൽ നിന്ന് മാറി ചിന്തിച്ച ഒരു സിനിമയും കൂടെയാണ്. റെയറായിട്ടൊക്കെ നടക്കും. അപ്പോൾ നിങ്ങൾ മസ്റ്റ് വാച്ചാണ് ഡോക്ടർ പശുപതി. കിട്ടുന്ന പ്ലാറ്റ്ഫോം ഞാൻ പറഞ്ഞല്ലോ, യൂട്യൂബിലൊക്കെ ഉണ്ട്, ധൈര്യമായിട്ട് എന്താ പറയുക നിങ്ങൾക്ക് പോയി കാണാം. അപ്പോൾ എനിക്ക് എന്താ പറയുക ഡോക്ടർ പശുപതി മാക്സിമം എല്ലാ കാര്യങ്ങളൊക്കെ കവർ ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. തീർച്ചയായിട്ടും ലൈക്ക്, സബ്സ്ക്രൈബ്, എന്താ പറയുക ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾ വേറെ കാര്യങ്ങൾ തന്നെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം. ഇത് പറഞ്ഞുകൊണ്ട് ഗൈസ് പീസ് ഔട്ട്.